നമസ്കാരം ആൻഡ് വെൽക്കം ടു കോമഡി മാസ്റ്റർ. നമസ്കാരം. വിഷ്ണു. അതെ അതെ, കണ്ടിട്ടൊരു പോലീസുകാരനെ പോലെ ഉണ്ടല്ലോ. അതെ, പോലീസുകാരനാണ്. ആണോ? ഞാൻ കോഴിക്കോടാണ് പോലീസിന്റെ കമാൻഡോയിലാണ് വർക്ക് ചെയ്യുന്നത്. ശരി, അപ്പൊ എന്തായാലും വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, 2 സഹോദരിമാര്, പിന്നെ വൈഫ്, പിന്നെ നമ്മൾ കുഞ്ഞുമകൾ. മകൾ. ഓക്കെ, മകളുടെ പേര് വാമിക. വാമിക. ഓക്കെ, ഡൺ. അപ്പം എന്താണ് ഇവിടെ നിന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഒരു സ്പോട്ട് ഡബിങ്ങും അല്ല 3 താരങ്ങളുടെ വോയിസ്. ആരുടെ വോയിസ് ആണ് എടുക്കാൻ പോകുന്നത്? അപ്പോ നമ്മുടെ താളവട്ടം എന്ന ചിത്രത്തിലെ നമ്മുടെ ജഗദീഷ് ശിവകുമാറേട്ടനും നമ്മുടെ സോമൻ സാറും തമ്മിലുള്ള ചെറിയൊരു കോമ്പിനേഷൻ. അടിപൊളി. ഓക്കെ. അവസാനമായിട്ട് സാറിനെ കണ്ടൊന്ന് അപേക്ഷിക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഒരബദ്ധം പറ്റിപ്പോയി. എന്റെ ദേവിയെ തിരിച്ചെടുക്കണം. നാരായണ, ഞാനൊരു കാര്യം തീരുമാനിച്ച പിന്നെ മാറ്റുന്ന പ്രശ്നമില്ല. ഓ, അപ്പൊ സാറെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞല്ലേ? അല്ല, എനിക്കറിയാമല്ലാണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ, നാരായണ ഹൂരായണ, താൻ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താനേതോ കോപ്പിലെ രാജാവാണെന്ന്. താനൊരു പുല്ലുമല്ല. 1-2 ദിവസം അങ്ങ് ലണ്ടനിൽ പോയി ഏതോ ഓതർ റിച്ചാർഡ് സാഹിബിന് അരിവെച്ച് കിട്ടിയ കാശ് കൊണ്ട് ഒരു കൊട്ടാരവും വാങ്ങി അവിടെ ഒരു ആശുപത്രി കെട്ടി ഭ്രാത്തന്മാരെ പട്ടാളച്ചിട്ട് പഠിപ്പിക്കുന്ന ഇവരെ കെട്ട പല റാസ്കലല്ലേ ഓതാൻ. അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ, ഇനി ആരുടെ വോയിസ് എടുക്കുന്നേ? അടുത്ത് നമുക്ക് സ്പോട്ട്. ഓക്കെ, ഇവിടെയാണ് സ്പോട്ട്. നമുക്കത് കാണാം. ഓക്കെ. വേറൊരു ഇടത്തിലെ சில பேர் നമ്മളെ பிடிக்காத சில பேர் நதியில கல்லெறிஞ்சு விளையாடுவாங்க. நதி பாட்டுக்கு போயிட்டே இருக்கு. அந்த நதினா இருப்பாங்க நம்மளோட வாழ்க்கையும். நம்மளை வணங்குனரும் இருக்காங்க, நம்மளை வரவேற்கணும் இருக்காங்க, நம்மளை எதிர்க்கணும் இருக்காங்க. நம்ம வேலை நம்ம செம்மையா கடமையா செஞ்சுக்கிட்டு அந்த நதி மாதிரி போயிட்டே இருக்கணும். Kill them with your success, bury with your smile. കാശില്ല, സ്നേഹമില്ല. വേട്ടന്റെ കയ്യിരിക്കുന്ന കാശ് നമ്മുടെ പോക്കറ്റിൽ നിങ്ങളെ കച്ചവടം. അതൊരു കലയല്ലേ? അതിന് കല്ലിനൊരു കാര്യണ്ടാ? തപ്പന്റെ കളി വരുവാനെ നീ കച്ചവടം പഠിപ്പിക്കാം. സാറേ, ഇവിടെയുള്ള മൊത്തം കള്ളപ്പേരിലാണ്. ഒരാൾക്ക് തന്നെ 4-5 പേരിലുണ്ട്. അപ്പൊ നമ്മൾ മയിലാൻകുട്ടി ജോയിനിട്ട് ഒരു കാര്യമില്ല. അവർ ഇമാരെ കൂടുതൽ ആരും ആവാമല്ലോ. സാറേ, എന്റെ അഭിപ്രായത്തില് ഒരു ലോഡ് പോലീസുകാർ തോക്കുമായി വന്നിട്ട് എക്കത്തെ പിടിച്ചിട്ട് വേണം. കാരണം മൊത്തം ക്രിമിനൽസ് ആണ്. അപ്പൊ നമ്മള് ഒരു ലോഡ് പിടിയിട്ടാ പുള്ളിയുടെ പിടിച്ചു ആവും. നിങ്ങളുടെ പറമ്പൊന്നും അല്ലല്ലോ, പിന്നെ എന്താ ഇത്ര പ്രശ്നം? നിന്റെയും പറമ്പൊന്നുമല്ല, ഏക്കാക്കൂടെ അടിച്ച് പൊട്ടിച്ചളഞ്ഞ. ഇവിടുത്തെ പണി കഴിയുമ്പോഴത്തെ ഇങ്ങനെ സ്ലാബ് എടുത്ത് പോടാൻ നിനക്ക് എത്ര സമയം വേണം? അവിടെ ഞാൻ പൊട്ടനാണെന്ന് വിചാരിച്ചോ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണം? മോനെ ഭീമ, 2 കല്ലെടുത്ത് വയ്ക്കാൻ പറഞ്ഞപ്പോ നീ ഇവിടെ കൊണ്ടിട്ട് വാർത്ത് വെച്ചല്ലേ? ഒരു കേസ് കൊടുത്ത് നാട്ടുകാരെ വഴി മൊത്തം കൂട്ടിക്കാൻ എനിക്ക് അറിയാൻ മേലിഞ്ഞിട്ടല്ല. ഇപ്പൊ തീരുമാനിക്കുമ്പോ നടന്ന് പോയാ മതിടാ നീയൊക്കെ. നീ പറയാൻ സത്യമാണെങ്കിൽ ഇനി 500 3 മക്കളേ ഉള്ളൂ. ആ സ്വാമിനാഥൻ എന്ന് പറഞ്ഞവനെ ആ മാവിൻ്റെ ചുവട്ടിൽ വെട്ടി കുഴിച്ചു മുടിഞ്ഞ. നീ പറയുന്ന നുണയാണെങ്കിലോ അപ്പോഴും 500 3 മക്കളേ ഉള്ളൂ. അവന് പകരം വെട്ടി കുഴിച്ചു മുട നിന്നെ ആയിരിക്കും. നിന്നെ. അടിപൊളിയായിരുന്നല്ലോ, ഗംഭീരായിട്ട്. നമുക്ക് മാസ്റ്റേഴ്സിനോട് ചോദിക്കാം. വിഷ്ണു, നന്നായിരുന്നു. താങ്ക് യു കേട്ടോ. വിഷ്ണു, ഈ നമ്മുടെ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാനപ്പോഴാണ് സമയം കിട്ടുന്നത്? പ്രാക്ടീസ് ഞാൻ ലീവിനൊക്കെ വരുമ്പോഴത്തേക്ക് പ്രാക്ടീസ് ചെയ്യും. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം ഈ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ നിങ്ങൾ ഇത്രയും എന്താ ന്യൂ ജനറേഷനിലുള്ള ആർട്ടിസ്റ്റുകളുടെ വോയിസും ഓൾഡ് ജനറേഷനും എല്ലാം പഠിക്കുന്നു. ഞാൻ കേട്ട ഒരു ജഡ്ജ്മെൻറ്റിൽ പറയുകയാണെങ്കിൽ ചെയ്ത എല്ലാ ശബ്ദങ്ങളും നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ശബ്ദമാണ്. ഒരു ഇത്തിരി പിച്ച് കുറച്ച് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നാച്ചുറലായിരിക്കും. അതായത് അമ്പിളിച്ചേട്ടൻ്റെ, ജഗതിച്ചേട്ടൻ്റെയും സോമേട്ടൻ്റെയും ചെയ്തില്ലേ? അപ്പോൾ ഇത്തിരി ഹൈ പിച്ചിലാണ് ചെയ്തതെല്ലാം. അതെല്ലാം ഇത്തിരി കുറച്ച് ലോ പിച്ചിൽ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് വോയിസ് കിട്ടും. കാരണം ലോ പിച്ച് ചെയ്യുമ്പോൾ ശബ്ദത്തിന് കുറച്ച് ബേസ് കൂടും. പിന്നെ ഈ ലിപ്പ് സിങ്ക് ചെയ്തിട്ട് ഡബ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നല്ല ടഫായിട്ടുള്ള പരിപാടിയാണ്. അത് വളരെ രസമായിട്ട് തമിഴും മലയാളവും എല്ലാം ചെയ്യാന്ന് പറയുന്നത് നല്ല അസാധ്യമായിട്ടുള്ള കഴിവ് തന്നെയാണ്.
അതിന് അംഗീകരിക്കുന്നു. ഇനി Thank you. അടുത്ത പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനൊരു ചെറിയൊരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തീർച്ചയായും ഓക്കെ, താങ്ക് യു. പത്രു ചേട്ടാ. വിഷ്ണുജി ചേട്ടാ നന്നായി, രസമായിട്ട് Thank you. ഇതിന്റെ കാര്യങ്ങളിലേക്ക് പറഞ്ഞില്ല, അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേദികൾ കുറവാണ് ഇപ്പം നമ്മുടെ ജോലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. എന്നിട്ട് പോലും ഉള്ള സമയം ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്ത് കോമഡി മാസ്റ്റേഴ്സിൻ്റെ വേദിയിൽ താര വിളയാട്ടത്തിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കമാൻഡോമാരുടെ ഇടയിൽ ഒരു താരമായി മാറും. യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നത് ഇതിന് മുമ്പ് ഏതെങ്കിലും ട്രൂപ്പിലോ അല്ലെങ്കിൽ അത്തരത്തിൽ മിമിക്രി ആയിട്ടുള്ള കണക്ഷൻ എന്തായിരുന്നു? ഇല്ല, ഞാൻ ട്രൂപ്പിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. ഇല്ല. ആകെ നമുക്ക് ഇതിനോടുള്ളൊരു താല്പര്യം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഫ്ലോറിലും വന്ന് നിൽക്കുകയാണ് അല്ലേ? അതെ. അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് എടുക്കുക. ഇതൊരു തുടക്കമാവട്ടെ. ഇനി അങ്ങോട്ട് ഈ വേദിയിൽ വരാൻ പറ്റിയ തന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. എത്രയോ കമാൻഡോസ് ഉണ്ട് അല്ലേ, മിടുമിടുക്കരായിട്ട്. പക്ഷെ അവർ മിമിക്രി ചെയ്യണമെന്നില്ല. അപ്പോൾ അവരിൽ ഒരാൾ നമ്മൾ സ്കോർ ചെയ്യാന്ന് പറയുന്നൊരു വലിയ കാര്യം തന്നെയല്ലേ? അപ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫുൾ വിങ്ങിനെ ഞങ്ങളുടെ ബിഗ് സല്യൂട്ട് കേട്ടോ. സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പം ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പെർഫോമൻസ്? ഞാൻ ആസ്വദിച്ചു ശരിക്കും. താങ്ക് യു. ഇപ്പോൾ നമ്മളെ സോമേട്ടനെ ഓർത്തു, അമ്പിളിച്ചേട്ടനെ ഓർത്തു, നമ്മൾ കുറച്ച് ആൾക്കാരെ അങ്ങനെ ഓർത്തു. പിന്നെ വിജയ് സാറിൻ്റെ ഡബ് ചെയ്തു. പക്ഷെ ഭയങ്കര പ്രയാസം അത്. നമ്മൾ തന്നെ നമ്മുടെ സീൻ അഭിനയിച്ചിട്ട് പോയി ഡബ് ചെയ്യാൻ പോയിരിക്കുന്നതിൻ്റെ പാട് നമുക്കറിയാം. പക്ഷേ നന്നായിരുന്നു. ഈ ജോലിക്കിടയിലും ഈ മിമിക്രി എന്ന ഒരു കലാരൂപം പഠിച്ച് ഈ ഒരു വേദിയിൽ എത്താൻ പറ്റിയില്ലേ? അപ്പോൾ ഇവർ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇത് കിട്ടുന്ന ഒരു ഭാഗ്യമല്ലല്ലോ. അപ്പോൾ വിഷ്ണുവിന് കിട്ടി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിനെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും സാർ എല്ലാം അടിപൊളിയായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ ഇവിടുന്ന് ഒരു റേറ്റിംഗ് എന്നുള്ളൊരു പരിപാടിയുണ്ട്. കുറച്ച് നക്ഷത്രങ്ങൾ ഞങ്ങൾ തരും. നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇങ്ങനെ ഇവിടെ സ്റ്റാർസ് ഒക്കെ എന്ന് പറയുന്നില്ല, ഞങ്ങളുടെ ഇവിടുന്ന് ഓരോ സ്റ്റാർസ് തരാൻ പോവാണ്. അപ്പൊ എന്തായാലും മാസ്റ്റേഴ്സ് എങ്ങനെയാണ് ഈ ഒരു പെർഫോമൻസിന് വിഷ്ണുവിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു റേറ്റിംഗ്? ഇനിയും നമ്മുടെ ഈ ഫ്ലോറിൽ പുതിയ താരങ്ങളുമായിട്ട് വരില്ലേ? തീർച്ചയായിട്ടും വരും. അപ്പോൾ അതിനുള്ളൊരു പ്രോത്സാഹനം അല്ലെങ്കിൽ പ്രചോദനം എന്നുള്ളതിൽ, പ്രോത്സാഹനമല്ല പ്രചോദനം എന്ന് അങ്ങനെ ആ വാക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളെപ്പോലുള്ള കലാകാരന്മാർ സാധാരണ എന്തെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കലാരംഗത്തുനിന്ന് ഒരു വരുമാനം കിട്ടി, ഇനിയിപ്പോൾ വേറെ കാര്യം എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അതിനിടയ്ക്കും ഇത്തരത്തിലുള്ള ഇൻസ്പിറേഷനാണ്, ഒരുപാട് പേർക്ക് ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ തരുന്നത് ഇന്നത്തെ ഈ പെർഫോമൻസിന് 3 സ്റ്റാർ. താങ്ക് യു.